മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഒന്നും പറയണ്ട. ഇപ്പൊ തന്നെ 25 മിനിറ്റ് ലേറ്റ് ആണ്. വണ്ടി എടുക്ക്. ഇങ്ങോട്ട് ഇറങ്ങണം. എന്താ നോക്കുന്നത്? പറഞ്ഞു മനസ്സിലായില്ലേ? ആഭ്യന്തരമന്ത്രിയുടെ പെങ്ങളാ. അതുകൊണ്ട് കോളേജിൽ പോയി ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വണ്ടിയിൽ ലേറ്റാ. അതുകൊണ്ടാ. സ്ഥിരമായിട്ട് ഈ സാറാണോ തന്നെ കോളേജിൽ കൊണ്ട് വിടാറ്? അതെ. എനിക്ക് പോണം. തന്നോടല്ലേടോ പറഞ്ഞത് ഇങ്ങോട്ട് ഇറങ്ങാൻ. മന്ത്രിയുടെ പെങ്ങളെ കോളേജിൽ കൊണ്ടുവിടാനുള്ള നല്ല പോലീസ് ജീപ്പ്. അവളെ കോളേജിൽ കൊണ്ടാക്കാനുള്ളവനല്ല പോലീസുകാരൻ. മനസ്സിലായോ? മേലാൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ. ഏതായാള്? പുതിയ സർക്കിളാ. പെശക്. പിന്നെ പെശക്. എന്നെ മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നത്. മനസ്സിലായ കാണായിരുന്നു കൈ വലിച്ച് സല്യൂട്ട് ചെയ്യുന്നത്. കൈ വലിച്ച് സല്യൂട്ടല്ല, കരണക്കുറ്റിക്ക് കിട്ടാത്തത് ഭാഗ്യം. എന്താ പറഞ്ഞത്? ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? വേറെ പറഞ്ഞു. തോന്നിയായിരിക്കും. വണ്ടി എടുക്കണോ? എന്താ അറിയോളൂ? അറിയാം. ആഭ്യന്തരമന്ത്രിയാകുന്നതിന് മുമ്പേ അറിയാം. ഞാൻ ലോ കോളേജിൽ സാറിന്റെ ജൂനിയറായിട്ടുണ്ടായിരുന്നു. ഇല്ല, സാറിന് എന്നെ ഓർമ്മ കാണില്ല. പക്ഷെ എനിക്ക് സാറിന് നല്ല ഓർമ്മയുണ്ട്. ഈ ശബ്ദവും അന്ന് ലോ കോളേജിന്റെ ചുവരുകളെ പോലും പിടിച്ചു കുലുക്കിയ ശബ്ദമല്ലേ ഇത്. പിന്നെ എന്റെ കൂടെ പഠിച്ചിരുന്ന അശ്വതി മേനോൻ സാറ് കൊടുത്ത കത്ത് ആദ്യം വായിച്ച ഞാനാ. നല്ല ബെസ്റ്റ് പ്രേമലേഖനം. തന്റെ അച്ഛനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി പിറന്നു വീണിട്ടും നിയമപാലകന്റെ കുപ്പായമണിഞ്ഞ് അവസാനം ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ ഒരു അന്വേഷണ കമ്മീഷൻ, അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം. ഇവിടെ പോലീസൊന്നും ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തിനാ? ആ പേരുദോഷം ഒന്ന് മാറ്റിയെടുക്കണം. അതിന് തനിക്ക് കഴിയും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് തന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത്. സാറിനെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഡിപ്പാർട്ട്മെന്റിൽ ചങ്കൂറ്റുള്ള ആമ്പിള്ളേരാരും ഇല്ലേ? ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ആ ചോദ്യത്തിന് ഉത്തരം തരാൻ ഇപ്പൊ എനിക്കാവില്ല. ബട്ട് അത് തന്നെയാണ് അതിനുള്ള ഉത്തരം. ഒന്നും പറയാനും പ്രവർത്തിക്കാനുള്ള ചങ്കൂറ്റമില്ലായ്മ. എല്ലാം ഒറ്റവാക്കിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ മന്ത്രിമാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വാക്ക് ബട്ട്. അമർനാഥ്, മന്ത്രിമാരും മനുഷ്യരാണ്. അയ്യോ, അല്ലെന്നാര് പറഞ്ഞു? 8 വയസ്സുള്ളപ്പോഴാണ് ഒരു മന്ത്രിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. നക്സലൈറ്റുകളായ 3 കൊലക്കേസ് പ്രതികൾ എന്റെ അച്ഛനെ ജീവനോടെ ചുട്ടുകരിച്ചപ്പോ വികൃതമായ മൃതദേഹത്തിൽ റീത്ത് വെക്കാൻ വന്നത് ഒരു മന്ത്രിയാണ്. പിന്നെ കാണുന്നത് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വെള്ളവസ്ത്രം എടുത്തു നിൽക്കുന്ന എന്റെ അമ്മയുടെ കയ്യിലേക്ക് അച്ഛന്റെ മരണാനന്തര ബഹുമതിയും 5000 ഉലുവയും വെച്ചു കൊടുക്കുന്ന ഒരു മന്ത്രി. 5000 രൂപ തിരിച്ചു കൊടുത്ത അത് വേറെ കാര്യം. പക്ഷേ മന്ത്രി എന്ന പദത്തിന്റെ അർത്ഥം എനിക്ക് ശരിക്കും മനസ്സിലായത് എന്റെ അച്ഛനെ കൊന്ന അതേ പ്രതികളെ ധീരവിപ്ലവകാരികൾ എന്ന ലേബലിൽ മാലയിട്ട് സ്വീകരിക്കുന്ന അതേ മന്ത്രിയെ കൊണ്ടപ്പോഴാണ്. ആ പട്ടികയിൽ എന്നെ പെടുത്തരുത് അമർനാഥ്. ആഭ്യന്തരമന്ത്രിയായിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്, പച്ചയായ ഒരു മനുഷ്യനായിട്ടാണ്. അല്ലെങ്കിൽ പഴയ സീനിയർ സ്റ്റുഡന്റിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാം. നിങ്ങളുടെ സേവനം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അത് എനിക്ക് അധികാരത്തിൽ തുടരാനുള്ള മോഹം കൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവരെയും അധികാരത്തിൽ നിന്ന് ഇറക്കാനുള്ള മോഹം കൊണ്ടാണോ? ഇതൊരു ചലഞ്ചാണ്. യു ക്യാരി ഓൺ. കിതപ്പറിയാത്ത പ്രായമാണ് നിങ്ങളുടേത്. തളർച്ച തോന്നുമ്പോൾ നിങ്ങൾക്കൊരു താങ്ങായി ഞാനുണ്ടാവും. സത്യസന്ധമായി താൻ ഈ കേസ് അന്വേഷിക്കണം. ഇതിലെ പ്രതികൾ ആരായിരുന്നാലും ശരി വിളിച്ചിട്ട് കൊണ്ടുവരണം. ഈ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാമോ? തീർച്ചയായും വിശ്വസിക്കാം. ആകെയുള്ള 2 എണ്ണത്തിൽ ഒരുത്തനെ വെട്ടിക്കൊന്നത് എന്റെ മുന്നിൽ വെച്ച. മറ്റവനെ കണ്ടിട്ട് ദിവസം 4 ആയി. പിടിച്ചോണ്ട് പോയതാ പോലീസുകാര്. അവനെയും കൊണ്ടുപോയി കൊന്നു. പറ മോനെ, നിനക്കും ഇല്ലേ ഒരമ്മ? പറ മോനെ. എന്റെ മോനെ വിടെ. പറ മോനെ.
ഈ ആയുധത്തെക്കാൾ മൂർച്ചയുണ്ടല്ലോ നിങ്ങളുടെ വാക്കുകൾ, ഈ കടലിലേക്കാൾ ആഴമുണ്ടല്ലോ നിങ്ങളുടെ മനസ്സുകൾ. മരിച്ചുപോയ മോനെ തിരിച്ചു തരാനാവില്ല, പക്ഷേ ജീവിച്ചിരിക്കുന്ന മകനെ അമ്മയുടെ കയ്യിൽ ഞാൻ തിരിച്ചേൽപ്പിക്കും. പക്ഷേ പറയണം, അവൻ കുറ്റവാളി അല്ലെന്ന്. പിന്നെ കുറ്റവാളി ആരെന്ന്? സ്വന്തം മകൻ കൺമുമ്പിൽ കിടന്ന് മരിക്കുന്നത് കണ്ടുവന്ന അമ്മയല്ലേ നിങ്ങൾ? പറയ്, ആരൊക്കെ ചേർന്നാണ് അവനെ? പറ. ഇവർ പറയുന്നത് വിശ്വസിക്കരുത്. ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടുവന്ന് കൈക്കൂലി വാങ്ങുന്ന ദുഷ്ടന്മാരാണിവർ. അല്ലെങ്കിൽ ആണെന്നും പെണ്ണെന്നും നോട്ടമില്ലാത്ത വർഗമാണിവർ. ഈ കേസിന്റെ പേരോടെ അത് എഴുതിയിട്ടില്ല സാർ. എഴുതിയിട്ടില്ലേ? അവരെ അറസ്റ്റ് ചെയ്തിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ സാർ. അപ്പൊ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന പരിപാടിയൊന്നുമില്ലേ? ഞാനപ്പോ ലീവിലായിരുന്നു. പ്രശ്നമുണ്ടായതിന്റെ പിറ്റേന്ന് ലീവ് ക്യാൻസൽ ചെയ്ത് ഞാൻ വരുമ്പോ ഇവരിവിടെ സുഖമായിട്ടുണ്ട്. ഞാൻ കോടതിയിൽ ഹാജരാക്കാത്തത് എന്തെന്ന് ചോദിച്ചപ്പോ കുറ്റം സമ്മതിച്ചതിന് ശേഷം മതി എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സാറിന് മുമ്പിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ സാർ പറഞ്ഞു. ഓഹോ, അപ്പൊ ഇവരെ കൊണ്ട് എത്രയും വേഗം കുറ്റം സമ്മതിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ. പക്ഷെ ഇവര് കുറ്റം സമ്മതിക്കുന്നില്ലല്ലോ. സമ്മതിപ്പിക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ജോലി. ആണാണെന്നും പെണ്ണാണെന്നും നോട്ടമില്ലാത്ത വർഗമാണ് പോലീസുകാരൻ തന്നോട് ആരാ പറഞ്ഞേ? അങ്ങനെ തല്ലരുത്, ഞങ്ങൾ ഒന്നിനില്ലാത്തവരോ സാറേ. പിന്നെ ഉള്ളവരാരാ? എല്ലാത്തിനും ഉണ്ടായിരുന്നവരാരാ? മാർത്തണ്ട, സ്വന്തം സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ശരീരം കൺമുമ്പിൽ കിടന്ന് വെന്ത് നീറുന്നത് കണ്ടിട്ടും അത് ചെയ്തവർക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും പറയാൻ നിന്റെ നാവ് പൊന്നുന്നില്ലെങ്കിൽ ആ നാവ് ഞാൻ പിഴുതറിയും. സാറ് കൂടെ ഞങ്ങൾ തല്ലരുത്. സ്വന്തം ഭാര്യയുടെ ശവശരീരം ഒന്നടക്കം ചെയ്യാൻ പോലും കഴിയാത്തവരാണ് ഞാൻ. എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഒന്നും അറിയില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് പലതും അറിയാവുന്ന. പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല. 12 വയസ്സ് പോലും തൊഴിലെടുക്കണ കയ്യ സാറേ ഇത്. കള്ളം പറഞ്ഞ കടലമ്മ പോലും പൊറുക്കൂല തരണ മനസ്സായത്. ഞങ്ങളുടെ മനസ്സിൽ ജാതി വിവാദം ഒന്നുമില്ല സാറേ. ഞങ്ങളുടെ മനസ്സുകളെ തമ്മിൽ പിരിച്ചു കളഞ്ഞു സാറേ, പിരിച്ചു കളഞ്ഞു. ഓമന കടപ്പുറം സ്വർഗായിരുന്നു. ഞങ്ങളുടെ കൊച്ചു സ്വർഗ, കൊച്ചു സ്വർഗ, കൊച്ചു സ്വർഗ, കൊച്ചു സ്വർഗ. എന്റെ മുന്നിലും ഹമീദിന്റെ മുൻ ബഷീർ ഒരുമിച്ച് കളിച്ചോളുന്നവരെ. ബഷീറാണെങ്കിൽ ഉമ്മില്ലാത്ത കുട്ടി. അവർ തമ്മിൽ ചേർന്ന വികൃതി പലതും കാട്ടും. അമ്മേ, അച്ഛൻ വരുന്നു. അമീതെ, നീ മൂപ്പര് വള്ളക്കൂലിലും ബാക്കി വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ബാപ്പ പറ്റിച്ചല്ലേ? പഠിച്ചാ? ഓനെല്ലാം പഠിച്ചാ? എടാ ബഷീറെ, ഒന്ന് കാണിച്ചു തരാ. ഒന്ന് കാണിച്ചു തരാ. ടീച്ചറെ, വിനോദ് നോക്കിയിരുന്നു. നിനക്കെന്താ ഹരിക്കാൻ അറിയില്ലേ? ടീച്ചറെ, എന്നും ഇവ എങ്ങനെയാ എന്റെ പുസ്തകം നോക്കി എഴുതാറ്. ശരിയാണോടാ? അല്ല ടീച്ചറെ, ഇവൻ കള്ളവാ പറയുന്നേ. നോക്കി എഴുതും പോലെ പിന്നെ കൊള്ളവും പറയുന്നോ? വീട്ടിലാ കൈ. അയ്യപ്പോ സ്വാമി ശരണം, അയ്യപ്പ ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം, അയ്യഭിഷേകം, അയ്യഭിഷേകം, അയ്യഭിഷേകം.